ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെ തന്നെയാണ്. ഇന്നലെ നമ്മുടെ ഇവിടെ മഴ പെയ്തു കേട്ടോ. അപ്പോഴോം ഗ്രീൻ കുട്ടിച്ചാത്ത എൻ്റെ കൂട്ടുകാരുടെ നാട്ടിലോട്ടും മഴയൊന്ന് പോണേ. അയ്യോ, അവരൊക്കെ കിടന്ന് നിലവിളിയോ സുപ്പുയേ അവിടെ കുട്ടിച്ചാത്തം വന്നില്ലെന്ന് പറയുന്നു. ഞാൻ എന്നേ പറഞ്ഞു വിട്ടതാ പുള്ളിയെ കേട്ടോ. വഴി തെറ്റിയെങ്ങാനും പോയതാവും കേട്ടോ. ഇന്ന് വരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇന്ന് ഓരോ സ്ഥലം പറഞ്ഞ് ഇന്ന് വിടുക. അത്ര കുളത്തില്ലല്ലോ. പിന്നെ വഴി എനിക്ക് അറിയത്തില്ല വീടിൻ്റെ കേട്ടോ. അപ്പോഴെല്ലാവരും അത് കമൻറ്റ് വഴി ഒന്ന് അറിയിച്ചേക്കണേ. പിന്നെ വല്ലപ്പോഴും എനിക്കും അങ്ങോട്ടൊക്കെ വരാമല്ലോ. വഴി അറിയാമെങ്കിൽ എനിക്ക് അങ്ങോട്ടൊക്കെ വരണ്ടേ. പിന്നെ അല്ലാതെ ഞാൻ എങ്ങനെ ആ ഗൂഗിൾ അമ്മാവി ചിലപ്പോൾ ഉണ്ടല്ലോ വഴി തെറ്റിയും. എനിക്ക് അത്ര വിശ്വാസം പോരാ കേട്ടോ. നമ്മുടെ ഗൂഗിൾ അമ്മാവിയെ പലയിടത്തും പലർക്കും ഒക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് ഞാൻ ആ ഒരു വഴിക്ക് പിന്നെ പോകുന്നില്ല കേട്ടോ. ഒരു ഉപ്പൻ, ഞാൻ നേരത്തെ ഉക്കൻ എന്നായിരുന്നു പറയുന്നത്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഉപ്പൻ എന്നാ അതിൻ്റെ പേരെന്ന് കേട്ടോ. നമ്മൾ പണ്ട് കുഞ്ഞുനാളിൽ ഇവനെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിളിച്ചു പറയായിരുന്നു. ഞങ്ങളങ്ങനെ പറയുന്നത് കേട്ടോ. ഉപ്പൻ എന്നല്ലായിരുന്നു. ഉക്കോ നിൻ്റെ അച്ഛൻ പച്ചിർക്കലും കൊണ്ട് വരുന്നേന്ന് ഞങ്ങൾ വിളിച്ചു പറയായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അയ്യോ, ഉപ്പന് പേടിയാണോ അവർ അച്ഛനെ? ഡാഡി പിള്ളേ പേടിയാണോ പിള്ളേരെ? ഞാൻ ഉക്കൻ എന്നായിരുന്നു പറയുന്നത് കേട്ടോ. അപ്പോഴെന്തേ പിള്ളേരെ മുടിയൊക്കെ ചിരിയൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് ചോദിക്കുന്നത്, മക്കളെ അമ്മയുടെ മുടി വളർന്നോടാ. പിള്ളേർ പറഞ്ഞ് ഗതികെട്ട് വഴി അവർ പറയാം അമ്മ എടുത്തോട്ട് പോകും, ഞാൻ ഇനി മുട്ടയടിക്കും. അവൻ എന്നോട് പറയാം മുട്ടയടിക്കും ഇനി കേട്ടോ. ഇച്ചിരി ഒരു വ്യത്യാസമൊക്കെ വന്നു. മോളെന്നേരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൾ കുശുമ്പിയായി. എന്നാലും ഇടയ്ക്കൊക്കെ അവരുടെ മുടിക്ക് നല്ല കറുപ്പായി. നരയുണ്ട് എങ്കിൽ തന്നെയും നല്ല കറുപ്പ് നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. കറുപ്പും പിന്നെ നമുക്ക് മുടി പിടിക്കാൻ വെച്ച് കട്ടി മറ്റേ ഒരു ബലമില്ലാത്തതുപോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചിമാരുടെയൊക്കെ പച്ച രഹസ്യ കൂട്ടുകളൊക്കെ അപ്പോഴും ഞാനും പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതാണ് കേട്ടോ. എൻ്റേത് അങ്ങ് വളർന്നതേ നിലത്ത് കിടന്ന് എഴയുമെന്നൊന്നും നമ്മൾ ആരും പറയത്തില്ല. ചെയ്യുന്ന ചേച്ചിമാരും പറയത്തില്ല. അവർ നല്ല വ്യത്യാസം വരും കേട്ടോ നമ്മളെ ചേച്ചിമാരെ കാണിക്കുന്നതിൽ. അതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ. മുഖത്തും ഒക്കെ എന്തായാലും വെളുത്ത് പാറിയോ കറുത്ത് പാറിയോ എന്തോ ആണെങ്കിലും ഞാനും എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ ദൂഷ്യഫലങ്ങളൊന്നും ഇല്ലാത്ത സംഭവങ്ങൾ കൊണ്ടാണല്ലോ നമ്മളെല്ലാവരും എല്ലാം ചെയ്യുന്നത് കേട്ടോ. എത്ര ആണെങ്കിലും അങ്ങ് വെളുത്ത് പാറിയില്ലേലും ഇച്ചി കറുത്തെങ്കിലും പാറണമെന്ന് വിചാരിക്കുക കേട്ടോ. കേട്ടോ നല്ലതാ കേട്ടോ. അപ്പോഴും വന്ന കാര്യം എന്തുവാ, ആ മുടിയുടെ കാര്യം. ഉപ്പൻ്റെ അപ്പി നല്ലതാണെന്ന്. പിള്ളേരെ എവിടെയെങ്കിലും ഉപ്പനെ കാണുവാണെങ്കിൽ അവനെ വെറുതെ വിടരുത്. അവനോട് പറയണം അപ്പി തന്നിട്ട് പോടാ, ഞങ്ങളുടെ മുടി വളർത്താനാന്ന് കേട്ടോ. അപ്പോഴിങ്ങനെ എനിക്കൊരു അറിവ് കിട്ടി കേട്ടോ ഉപ്പൻ്റെ. പക്ഷെ നമ്മളത് കണ്ടിട്ടില്ല. ഇവൻ എവിടെ അപ്പിയിടുന്നത് നമുക്കറിയത്തില്ല. പോകുന്ന പോക്കിലായിരിക്കും. ചില കാക്കയുടെയും പിന്നെ നമുക്ക് അറിയാൻ നോക്കും. പക്ഷെ ഈ ഉപ്പൻ്റെ അപ്പി ചിലപ്പം തെങ്ങിൻ്റെ മേളിൽ കാണും കേട്ടോ. അപ്പോഴാർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ ഈ അപ്പി എനിക്ക് കൂടെ തരണം, സംഘടിപ്പിച്ച് തരണേ ചേട്ടന്മാരെ നമുക്ക് ചാക്കിയിട്ടാൽ കിട്ടും. അവർ തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ കയറുന്നവരായിരിക്കും. അല്ലെങ്കിൽ തേങ്ങ അടത്താൻ ചേട്ടന്മാർ വരത്തില്ലേ നമ്മുടെ വീടുകളിൽ. അപ്പോഴാ ചേട്ടന്മാരോട് പറയണം, ചേട്ടോ എനിക്കും കൂടി ഇച്ചിരി ഉപ്പൻ്റെ അപ്പി തരണേന്ന് പറഞ്ഞാൽ മതി. എനിക്കറിയത്തില്ല കേട്ടോ. ആരും കണ്ടിട്ടുള്ളവർ പറയണേ. ഉപ്പൻ്റെ അപ്പി കണ്ടിട്ടുള്ളവർ ഈ സുപ്പുനോടും പിന്നെ ഒന്ന് പറയണം കേട്ടോ. ആരൊക്കെയോ റോഡേ പോകുന്നു. ഞാൻ ഈ ഉപ്പൻ്റെ അപ്പി എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടല്ലേ എനിക്ക് തന്നെ. പിന്നെ പോയി കേട്ടോ. കിട്ടുവാണെങ്കിൽ എനിക്കൂടെ തരണേ. എൻ്റെ മുടിയൊക്കെ ഒന്ന് വളർത്തണ്ടേ പിള്ളേരെ. ഇങ്ങനെയൊക്കെ നടന്നാൽ മതി നമുക്കും. എനിക്കങ്ങ് വളർത്തണമെന്ന് താല്പര്യമില്ല, എന്നാൽ ഇച്ചിരിയൊക്കെ വേണമെന്നൊരു താല്പര്യം. പക്ഷെ നേരത്തെ വ്യത്യാസമാണ്. ആ വെട്ടിയതിൽ കൂടുതൽ ഇപ്പം ഒരു തുള്ളി ആയി കേട്ടോ. ആയെന്ന് തോന്നും. ഇത്രയൊക്കെ മതി. എനിക്ക് ഒരുപാടങ്ങ് വളർത്തണമെന്നൊന്നുമില്ല. ആവിയല്ലേ എവിടെ കെട്ടിവെക്കുകയോ തറയിലൊക്കെ കിടന്ന് ഇഴഞ്ഞാലേ പാടുപെടും കേട്ടോ.
അപ്പോഴും മുടിയുടെ കാര്യമൊക്കെ പോട്ടെ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. കുഞ്ഞു വീട്ടുവിശേഷങ്ങളൊക്കെ തന്നെയാണ് ഈ സുപ്പുവിൻ്റെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളാണ് എന്നും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അങ്ങനെ രാവിലെ നമുക്ക് നമ്മുടെ അണ്ണൻ മീൻ കൊണ്ടു തന്നു. ഇതേ ഇവനെയാണ് കേട്ടോ കിട്ടിയത്. ഇവൻ്റെ പേരെന്താ, ചെങ്കലവ മഞ്ഞക്കോര എന്നൊക്കെ പറയും കേട്ടോ. ചെറിയ മീനാണ്. അപ്പോൾ ഇവനെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷാക്കി കൊണ്ടുവരട്ടെ. എന്നിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാനൊക്കെ എന്നിട്ട് നമുക്ക് കറിയൊക്കെ വെക്കുന്നത് കാണാം കേട്ടോ. രാവിലെ കാപ്പിക്ക് പുട്ടും പപ്പടവും പഴമായിരുന്നു. അപ്പോൾ ചോറ് വെന്തു. അപ്പോൾ ഇവനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വേണം എനിക്കും പോയി ഒന്ന് കുളിക്കാൻ കേട്ടോ. അപ്പോൾ ഓടി വരാം. അങ്ങനെ തേണ്ട മീനൊക്കെ വെട്ടി വെച്ചു, കുളിച്ച് ഇത്തിരി നേരം ഇരുന്ന് വായി നോക്കും കേട്ടോ. കാപ്പി കുടിച്ചിട്ട് അത്ര ഉള്ളത്തില്ലല്ലോ, ഇച്ചിരി നേരം ഇരുന്ന് എല്ലാവരും വായി നോക്കും. കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇത്തിരി നേരം വെറുതെ ഇരിക്കത്തില്ലേ, ഞാൻ വെറുതെ ഇരിക്കും കേട്ടോ. അന്നേരത്തേക്ക് ഒരു 10 മണിയൊക്കെ ആവും കേട്ടോ. 10 മണിയൊക്കെ ആവും. പിന്നെ അങ്ങോട്ട് എന്താ, പിന്നെ നമ്മളെങ്ങും ഇരിക്കത്തില്ല കേട്ടോ. പിന്നെ എങ്ങും ഇരിക്കത്തില്ല. ചടപടാന്നും പറഞ്ഞ് നമ്മുടെ മീൻകറിയും തോരനും കറി എന്തെങ്കിലും അതൊക്കെ അങ്ങോട്ട് തല്ലിക്കൂട്ടി അങ്ങോട്ട് കഴിക്കും കേട്ടോ. നമ്മുടെ നേടെ ചുമന്ന മീൻ, കിളിമീനെന്നും ഒക്കെ പറയും കേട്ടോ. ഓരോരുത്തടത്തും ഓരോ പേരാണല്ലോ എല്ലാത്തിനും. പലതിനും പല പേരാണ്. ഞാൻ അപ്പോഴും രാവിലെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അപ്പോഴും ഓടാനിത്തായാലോ അതിനെന്താ പറയുന്നത്, യൂക്കാലി എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഇത് ഉരുണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ തന്നെ വേറെ ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് അതാണോ കോടാലി, എനിക്കറിയത്തില്ല. എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ എന്നെ ഓടിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ അടി കൊള്ളും നിന്ന്, അത്രേ ഉള്ളൂ ഈ സുപ്പ് കേട്ടോ. പുളി ഇട്ടില്ല, നമ്മുടെ മീനകത്ത് പുളി ഇട്ടില്ല. പുളി ഇട്ടെ ദേ മുടിയുടെ കാര്യമൊക്കെ പറഞ്ഞത് ദേ ഇതൊക്കെ തിളിച്ചിറങ്ങി വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ചില കൊമ്പ് മാതിരി ഇരിക്കുന്നു കണ്ടോ. വ്യത്യാസമുണ്ട് മുടിക്ക്. അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം ചെറിയ മുടികൾ കിളിച്ച് വരുന്നു. ഒതുക്കി വെച്ച് ഒരു പരുവായി. അതാ ഞാൻ പറഞ്ഞു ഒത്തിരി മുടി വേണ്ട എനിക്കുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് ഒത്തിരി മുടി എനിക്ക് വേണ്ട, ഇങ്ങനെ മുടിക്ക് വെക്കണമെങ്കിൽ ഒരു ദിവസത്തെ ജോലിയാണ്. അതേ വ്യത്യാസമുണ്ട്. മുടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങി. അത് നനഞ്ഞ മുടിയാകുമ്പോൾ ഇങ്ങനെ പറക്കത്തില്ല. എൻ്റെ മുടി ഉണങ്ങുമ്പോൾ ദേ ചെറിയ മുടികൾ ഇവിടെ എല്ലാം അങ്ങ് വരും കേട്ടോ. അവിടെ നമ്മുടെ മീൻകുട്ടൻ ഇരുന്നൊന്ന് തിളക്കട്ടെ. പച്ചമോര് മതി. പച്ചമോര് വേണ്ടി ഇത് കാച്ചണ്ട കേട്ടോ. തിളക്കട്ടെ. തോരൻ എന്തെങ്കിലും ആക്കിക്കൊണ്ട് വരട്ടെ കേട്ടോ. എളുപ്പം കഴിയല്ല പണി. ചൂടായി തുടങ്ങി. 10 മണി ആയപ്പോഴത്തേന് ചൂടായി. ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെയാണെന്നോ മെനഞ്ഞാന്നോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നമ്മുടെ സരസ്സും ഇല്ലാത്തത് കൊണ്ട് കൊലയൊക്കെ ഒടിയുന്നോ ഇന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോഴും ചെന്ന് നോക്കിയപ്പോൾ ഒരു 2-3 കൊല ഒടിഞ്ഞു കിടക്കുന്നു. അപ്പോഴും കളയാൻ പറ്റുകയാണ് വെച്ച് കുറച്ചൊക്കെ നമുക്ക് തോരനെടുക്കാം. പിന്നെ കുറച്ച് ഇന്നലെ ചേട്ടത്തിക്ക് കൊടുത്തു വിട്ടു. പിന്നെ നമ്മുടെ ചേച്ചിക്ക്, നമ്മുടെ നാത്തൂൻ ചേച്ചി ഉണ്ടല്ലോ, അവിടെ കുറച്ച് കൊടുത്തു വിട്ടു. കളയാനൊക്കെ ഇതൊക്കെ മരുന്നടിക്കാതൊക്കെ പച്ചക്കറിയെക്കാട്ടിലും നല്ലതാണ് നോക്കിയത്. നമുക്കെന്നേ ഒരു 5-6 എടുത്തേ പൊളിച്ചേ കുറച്ച് മതി കേട്ടോ. എനിക്കങ്ങനെ തോരൻ വേണമെന്നൊന്നും നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നേ നമ്മളിതേ ഇങ്ങനെ ആക്കി പൊളിച്ച് നമ്മളങ്ങോട്ട് അരിയും കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരട്ടെ. മോനോട് പറഞ്ഞത് ഇച്ചിരി തേങ്ങ അമ്മയ്ക്കൊന്ന് തിരുമ്മി തായോന്ന്. മീൻ അടപ്പേ ഇരിക്കുന്ന വേള തിളക്കട്ടെ. ഇങ്ങനൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ ഏത്തക്കായും ചക്കയും മാങ്ങയൊക്കെ ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ കുത്താൻ വന്നാലുണ്ടല്ലോ കറ പറ്റും. ഇപ്പം പിന്നെ ഞാൻ മോനോട് മോനെ അമ്മയ്ക്ക് ഒന്ന് കുത്തിത്താടാ. അപ്പോഴേ അവൻ എന്നോട് പറയാണ്, ഇനിയിപ്പോൾ ഒരു ബോഡി ഗാർഡിനെ നിയമിച്ചു അമ്മയ്ക്ക് മൊബൈൽ കുത്താനും ഒക്കെ കേട്ടോ.
എന്താ പറയുക, കറയാവും നമ്മൾ ഈ ഓണാക്കുന്നതും ഓഫാക്കുന്നതും. ഒന്നാമത്തെ കാര്യം വാഴയ്ക്കൊക്കെ നല്ല കറയാണല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? കഞ്ഞിവെള്ളം ഒഴിക്കും. കഞ്ഞിവെള്ളം ഒഴിച്ചാൽ എന്താ എളുപ്പം ഇതിൻ്റെ കറ പോവും അല്ലേ. വെള്ള കറയായിട്ട് ഇരിക്കുന്നതാണ് വെള്ളം. എല്ലാവരും ചെടിക്കൊക്കെ വളം ഇട്ടോ? നിങ്ങളുടെ അവിടെ ഒന്നും മഴ പെയ്തില്ല, അതുകൊണ്ട് ചെടിക്കൊന്നും നിങ്ങളാരും വളം ഇട്ട് കാണത്തില്ല. ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കുന്നു. ഇനിയിപ്പം എല്ലാത്തിനും ഇടണം. മഴ പെയ്തല്ലോ ഇവിടെ. ഇതേ എൻ്റെ ചെടിയൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടോ? ഇതേ മക്കൾ ഇന്നലെ ഇതിൻ്റെ കരിഞ്ഞുണങ്ങി ആ ഇലയൊക്കെ ഒന്നും എടുത്ത് കളഞ്ഞാൽ ഒരു വൃത്തിയും വീറുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാതിരിക്കും. ഇന്നലെ അവരുടെ രണ്ടിനും പണി ഇതിനകത്തെ ആ ഇലയെല്ലാം എടുത്ത് കളഞ്ഞിനി. എനിക്കിനി പണി ഇതിനകത്തൊക്കെ മണ്ണാക്കണം, എന്നിട്ട് ഇച്ചിരി വളമൊക്കെ ഇടണം. നമ്മുടെ മീൻ അടപ്പേ ഇരിക്കുന്നു കേട്ടോ. തിളച്ചോ എന്തോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നിന്നാൽ നല്ല കാറ്റാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങണ്ടായോ എന്ന് വിചാരിച്ചു ഞാൻ. വാഴയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നങ്ങ് കണ്ടിക്കുക. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള സാധനത്തിനൊന്നും കുഴപ്പമില്ലല്ലോ. ഇവിടെ നമ്മളുടെ പാത്രം, അങ്ങനെ ഇവിടെ പാത്രമൊന്നും ഇപ്പം കഴുകത്തൊന്നുമില്ല കേട്ടോ. അല്ല അവിടെ നിന്ന് അപ്പോഴപ്പോഴും കഴുകുന്നുണ്ട്, വലിയ പണിയൊന്നുമില്ല. ഇതേ ഞങ്ങളുടെ പെരയുടെ മേടിൽ കൂടെ വിമാനം പോകുന്ന പിള്ളേരെ എങ്ങോട്ടാണ് ശബ്ദം കേട്ടോ നിങ്ങളോ? ചാടി കയറി പോയാലോ? ദേ ഇന്നലെ ആ മിനി ചേച്ചിയുടെ മിനി ലിറ്റിൽ വേർഡ് ചേച്ചി, എനിക്കറിയത്തില്ല, അവിടുത്തെ ആ മരത്തിനകത്തെയൊക്കെ പൂക്കൾ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാം. അവിടുത്തെ മരത്തിനകത്തൊക്കെ അങ്ങ് പൂവാണോ, അല്ല മരത്തിൻ്റെ ഇലയുടെയാണെന്ന് തോന്നുന്നു കളറ്. പൂവാണോ മരത്തിൻ്റെ ഇലയാണോ എന്തോ ആയാലും എന്നെ മിക്കവാറും ചേച്ചിയുടെ അവിടുത്തെ നാട്ടിലോട്ട്, അമേരിക്കയിലാണെന്ന് തോന്നുന്നു കേട്ടോ, നാട്ടിലെത്തിക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഇതിലേ പോകുന്ന വിമാനത്തിനകത്ത് സത്യമായിട്ടും ചാടി കയറി ഞാനങ്ങ് വരുവേ എൻ്റെ ചേച്ചി. ഇങ്ങനെ അങ്ങോട്ട് ഓടുകാക്ക മീനടപ്പേ ഇരിക്കുന്നേ ഉള്ളൂ. നീ ആരെയും വിളിച്ച് കൂട്ടുന്നത് ഇവിടെ? ദേ ഇതിന് കായ ഇങ്ങോട്ട് അരിയുന്നതേ ഉള്ളൂ. നീ ആരെയും വിളിച്ച് കൂട്ടുന്നതാ? ഓടിക്കണം. ഇനിയിപ്പോൾ ആരെ എനിക്കൊന്ന് കുത്തിത്തരുന്നത്? ഇനി അവനെ വിളിച്ച് അവൻ എന്നെ ഓടിച്ചിട്ട് അടിക്കും കേട്ടോ. ഇരുമ്പും കൊണ്ടൊരു കുത്തു കൊടുത്താലോ? മോനെ വിളി കേട്ടു. വായോ, ഓടി വാടാന്ന് പറഞ്ഞ ദൈവമേ, ഓടി വന്നേ. നിസ്സാര കാര്യത്തിന് ഇതാ അമ്മയ്ക്കൊന്നും കുത്തിത്താ മോനെ, അമ്മയ്ക്കിതൊന്നും കുത്തിത്താ. ആ കുത്തി. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ വറ്റി വന്നു കേട്ടോ. ഉപ്പ് നോക്കിയില്ല ഞാൻ. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഒന്നും വേണ്ട കാര്യമില്ല, നല്ല ഉപ്പും പുളിയുണ്ട് കേട്ടോ. അപ്പോൾ വറ്റിയൊക്കെ വന്നു. നമുക്ക് തോരൻ വയ്ക്കാം. തോരൻ ദേ അരിഞ്ഞോണ്ടൊക്കെ വെച്ചു. മോനെ തേങ്ങ തിരികെ തന്നു, അത് ചതച്ച് വെച്ചു കേട്ടോ. അപ്പോഴെളുപ്പമാണല്ലോ പരിപാടി. ഇനി പച്ചമോരെടുത്താൽ മതി എന്ന് വിചാരിച്ചു കേട്ടോ. പച്ചമോർ, ഇത് പച്ചമോരാണ് ഞങ്ങൾ കേട്ടോ. അയ്യോ നിങ്ങൾ കേൾക്കണം, ഇന്നലെ എൻ്റെ ഒരു മീൻചട്ടി പോയി. ഞാൻ വിചാരിച്ചു നിങ്ങളെ വേറൊരു സൂത്രം ഞാൻ കാണിക്കാം, സസ്പെൻസാണ്. ഇന്നലെ ഒരു മീൻചട്ടി പൊട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു ഒരു ചട്ടി എൻ്റെ കയ്യിലുള്ളത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയതാണ്. 2 ചട്ടി ഉണ്ടായിരുന്നു, കയ്യിൽ നിന്ന് അങ്ങ് പോയി പടപടാന്ന് എൻ്റെ മീൻചട്ടി ദേ അടുത്തതും ദേണ്ട് പൊട്ടിയിരുന്നു. എൻ്റെ ദൈവമേ, ഞാനിവിടെ കഴുകി വെച്ചിരുന്നതാ. എന്തെങ്കിലും പാത്രം എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഗ്ലാസ് പാത്രം നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും അക്കടി പറ്റിയിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് പാത്രം എല്ലാത്തിൻ്റെയും കൂടെ കഴുകി വെക്കും. ഇങ്ങനെ ഓരോന്നങ്ങോട്ട് തല്ലി പൊട്ടിച്ചാൽ ഇവിടെ നമ്മുടെ അണ്ണൻ എന്നെ ഓടിച്ചിട്ട് അടിക്കും കേട്ടോ. നല്ല ഗ്ലാസ് പാത്രം കണ്ടോ, ഇതിനൊക്കെ ഇപ്പം എത്ര രൂപയാണ്? അന്ന് 50 രൂപയ്ക്കും കണ്ട് വാങ്ങിച്ചത് ആ ഗ്ലാസിൻ്റെ. എന്തൊരു നല്ല കളറായിരുന്നു. ഇതിൻ്റെ വെള്ളം ഒത്തിരി ഉണ്ട്, പക്ഷേ ഈ ഒരു കളർ ഇത് മാത്രമേ ഉള്ളായിരുന്നു. എന്തൊരു കഷ്ടം. പക്ഷെ നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതേ ഇത്രയും കട്ടി ഉണ്ടായിരുന്നു, ഒത്തിരി നാളായതാ. പൊട്ടിപ്പോയി, കഷ്ടം. പാത്തു കൊണ്ടുപോയിക്കട്ടെ ഇനി എവിടെയെങ്കിലും. പൊട്ടിയത് കണ്ടോ വഴക്ക് പറയും. പൊട്ടിയത് നമ്മൾ വെച്ചു വിടാല്ല, ഞാൻ മുറ്റത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരട്ടെ കേട്ടോ. നമ്മൾ ആരപ്പോൾ തട്ടിയിട്ട് കേട്ടോ. തട്ടിയിട്ടപ്പോഴാണ് ഓർത്തത് നമ്മുടെ വീഡിയോ, നമ്മുടെ മൊബൈൽ ഓണല്ലായിരുന്നു കേട്ടോ. അപ്പോഴിതേ നമ്മുടെ അങ്ങനെ തോരനുമായി
പാളയംകോടൻ. നമുക്ക് പയറിട്ട് വേണമെങ്കിൽ തോരൻ വയ്ക്കാം, നല്ലതല്ലേ. പയറിട്ടും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോഴതേ ഈ കടുക് വറുത്ത് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ പണ്ടത്തെ നമ്മുടെ അമ്മൂമ്മമാരാണെങ്കിൽ കടുക് വറക്കുന്നതിന് പകരം അവർ കുറച്ച് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് തൂത്ത് പുരട്ടി അങ്ങോട്ട് എന്ന് വെച്ചാൽ ദാരിദ്ര്യമായ കാലമായിരുന്നല്ല അന്നത്തെ. അവർ കടുക് വറക്കാനൊന്നും നോക്കി നിൽക്കത്തില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് അവർ ഒഴിച്ച് അപ്പൂപ്പന്മാരെ പറ്റിക്കുമായിരുന്നു. ആഹാ, അങ്ങനെ ആയിരുന്നു കേട്ടോ അമ്മൂമ്മമാർ. എന്തായാലും നമുക്ക് ഇച്ചിരി കടുകൊക്കെ വറുത്ത് ഒഴിക്കാം കേട്ടോ. അയ്യോ, ഒന്നും പറയണ്ട കേട്ടോ. നല്ല ചൂടും ഇതും ഒക്കെ വരുന്നു. ആവി എടുത്തിട്ട് വയ്യാന്ന്. ഒന്ന് കടുക് വറുത്തേ. കുഞ്ഞു പാത്രം ഉണ്ടല്ലോ, അവനെ ഒന്ന് തപ്പി എടുത്തോണ്ട് വരട്ടെ. അവൻ എവിടെ പോയി ഒളിച്ചിരിക്കുന്നെന്ന് അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ നമ്മുടെ അക്ഷയപാത്രം ചെറിയ രീതിയിൽ ഒന്ന് നിറഞ്ഞു വന്നു. അതൊന്ന് കഴുകി വെക്കണം. പച്ചമോര് ഇരിപ്പുണ്ട്, അത് കലക്കണ്ട, കലക്കിയ മോരാ കേട്ടോ. അപ്പോഴേ അവനെ ഒന്ന് സെറ്റാക്കിയാൽ മതി. രാവിലെ ഒത്തിരി നേരം മുമ്പ് നമ്മുടെ അണ്ണനൊന്ന് വന്നായിരുന്നു, ഞാൻ കുടിപ്പിച്ചു. ഭയങ്കര ചൂട്. പച്ചമോര് കലക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി പച്ചമുളകും ഉള്ളിയും കാച്ചി വെച്ചാൽ അങ്ങനെ കുടിക്കുന്നില്ലയോ, കുടിക്കുകയല്ല, പിള്ളേരെടുക്കുന്നില്ല. പച്ചമോരാകുമ്പോൾ ഒഴിച്ചങ്ങോട്ട് കൂട്ടും കേട്ടോ. അതും സെറ്റായി. പപ്പടമാണെങ്കിൽ ഇഷ്ടം പോലെ ഇരിക്കും. നമ്മുടെ പപ്പടപ്പൂപ്പനാണെങ്കിൽ ഒരു ലോഡ് പപ്പടം ഇപ്പം കൊണ്ട് തരുന്നത് കേട്ടോ. അപ്പോൾ അതും ഇരിപ്പുണ്ട്. ഇനി പപ്പടം കാഴ്ചയാൽ മതി കേട്ടോ. പിന്നെ മാങ്ങാച്ചാർ ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലത്തെ ഞാൻ മറന്നുപോയി. ഇന്നലത്തെ മീനൊന്നേ ഇന്നലത്തെ മീനെ ഫ്രൈ ആക്കി വെച്ചതാണ്. എന്നാലും അത് അമ്മയുടെ കടുക് പൊട്ടിക്കുന്ന പാത്രം ഇങ്ങോട്ടൊന്ന് എടുത്ത് തരുമോ? എൻ്റെ മോനെ അസിസ്റ്റന്റ് PA വന്നില്ല, അതിന് പകരം എൻ്റെ മോനെ നിർത്തിയേക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് നല്ല മീനായിരുന്നു കിട്ടിയത്. അത് ഒത്തിരി വറുത്തതിരിക്കണം കേട്ടോ. ഇച്ചിരി കടുകും ഞാൻ രാവിലെ എടുത്തൊന്നും ഇതാക്കിയതാണ്. പച്ചമോരെ കഴിഞ്ഞ് പാത്രം എടുക്കാം. നമ്മുടെ കടുക് ഇതിൻ്റെ കീഴത്തിരിക്കുന്നു. കടുകും കൂടെ വറുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ പാത്രം കഴുകി വെച്ചാൽ മതി. പിന്നെ ചട്ടിയൊക്കെ കിട്ടി കേട്ടോ. നമ്മൾ ഇവിടെ വറുത്ത മീനെ ഒന്ന് പൊരിച്ച് വെച്ചു. നമുക്ക് കടുക് വറുക്കാൻ അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് പരിചയം എടുക്കാം. മുഖത്ത് വീഴാതിരിക്കാൻ പരിചയം എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക. എൻ്റെ മുഖം മൊത്തം വികൃതമാവും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തോണം. അല്ലെങ്കിൽ ഇന്നാൾക്ക് ചേച്ചിയുടെ ഞാൻ എപ്പോഴും പറയും, കടുക് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ മറച്ച് വെച്ച് അടച്ച് വെച്ചൊക്കെ പൊട്ടിക്കണേ. പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇന്നാൾക്ക് വീഴായിരുന്നു. ഒട്ടും വേണ്ട കേട്ടോ. ഈ പരിചയമൊന്നും ഇല്ലാതെങ്കിൽ എന്ത് ചെയ്തേനെ നമ്മൾ, അല്ലേ? എന്തൊരു ചൂടോ. എൻ്റെ പാളവിശറി അങ്ങിരിക്കുന്നു. അല്ലെങ്കിലേ എടുത്തോണ്ട് വന്നൊന്ന് വീശാമായിരുന്നു. പാളവിശറി നല്ലതാട്ടോ. പാളയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ചെറിയ വിശറിയൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ലതാ. ഈ നമ്മുടെ തോരൻ അങ്ങനെ സെറ്റായി കേട്ടോ. അപ്പോൾ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. ഞാൻ പാത്രം കൂടെ ഒന്ന് കഴുകി വെച്ചാൽ മതി. എല്ലാ പണിയും കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും വെയിലിന് മുന്നേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാം. നമ്മുടെ പണി കഴിഞ്ഞാലേ ഇപ്പം അങ്ങനെയാണല്ലോ എല്ലാ വീട്ടമ്മമാരും. വെയിലാവുന്നതിന് മുന്നേ ജോലിയെല്ലാം തീർത്ത് എവിടെയെങ്കിലും ഇരിക്കും. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് 2 മണി മുതലുണ്ടല്ലോ എൻ്റെ പൊന്നെ, ഈ മേഘമൊക്കെ അങ്ങോട്ട് ഇരുണ്ട് മൂടി. എന്തോ ഒരു മഴക്കോള്. ഞാനിങ്ങനെ ഇപ്പം പെയ്യും പിന്നെ പെയ്യും, ഇപ്പം പെയ്യും വീണ്ടും പിന്നെയും വിചാരിക്കും പിന്നെ പെയ്യും എന്നൊക്കെ വിചാരിച്ച് ഒരു 5 മണി വരെ നോക്കിയിരുന്നു കേട്ടോ. മഴ പെയ്തില്ല. അതിന് കാരണക്കാരി ഞാനാണ്. നോക്കിയിരുന്ന് മഴയെ പെയ്യിപ്പിക്കാതെ പറഞ്ഞു വിട്ടത് ഞാനാണ് കേട്ടോ. അപ്പോഴെത്ര വേണേലും എന്നെ അടിച്ചോ ഇന്ന് കേട്ടോ.
ഇന്ന് ആ മഴ ഇവിടെ പെയ്യാതെ ഓടിച്ചു വിട്ടത്. മഴ പെയ്തില്ല കേട്ടോ, പോയി. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത, എന്തോ പനിക്കാണോ എന്തോ തൊണ്ടയ്ക്ക് വേദനയോ, തൊണ്ടയ്ക്ക് വേദനയൊക്കെ എടുക്കുന്നു. ഇനി പനിക്കോ എന്തോ ഒന്നും അറിയത്തില്ല കേട്ടോ, നാളെ പറയാം. എന്തായാലും ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത വരത്തില്ലേ നമുക്ക്, അതുമാതിരിയൊക്കെ. ഞാൻ പിന്നെ ഇങ്ങനെ അനങ്ങാതെ കുത്തിയിരുന്നു. അപ്പോഴിന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഈ ചെടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചേ, പക്ഷേ വയ്യെന്ന് എനിക്കങ്ങ് തൊണ്ടയ്ക്ക് വേദനയൊക്കെ എടുക്കുന്നു. അപ്പോഴും നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് വരാം.